ഇതാണ് പോക്കോ M7. 10,000 രൂപ റേഞ്ചിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ഫോണാണ്. 6.88 ഇഞ്ച് വരുന്ന മാസീവായ ഒരു ഡിസ്പ്ലേ ഉണ്ട്, കീഴിലും പെർഫോമൻസ് ഉണ്ട്, 6GB റാം, ഒറിജിനൽ റാം 6GB, പല ഫോണുകളിലും 4GB റാം പ്ലസ് റാം എക്സ്പാൻഷൻ 6GB എന്നൊക്കെ പറയും. ഇത് ഒറിജിനൽ റാം തന്നെ 6GB റാം, 128GB സ്റ്റോറേജ് കിട്ടുന്നുണ്ട്. വേണമെങ്കിൽ റാം എക്സ്പാൻഷൻ വഴി, ടർബോ റാം എന്നൊക്കെ പറയുന്ന സംവിധാനം വഴി 12GB റാമൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ഇതിനകത്തുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഹൈപ്പർ OS, ആൻഡ്രോയിഡ് 15, പിന്നെ എന്തുവാ ബാറ്ററി, അതിൻ്റെ ഒപ്പം തന്നെ ചാർജർ 18 വാട്ടിൻ്റെ ചാർജിങ്ങും 33 വാട്ടിൻ്റെ ചാർജർ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം ഗംഭീരമായിട്ട് കൊടുത്തുള്ള ഒരു ഫോണാണ്. സോ ഒന്ന് പരിചയപ്പെടാം പോക്കോ M7. നമ്മുടെ കയ്യിൽ കിട്ടി, അൺബോക്സിംഗ് ഒന്നും കാണിക്കുന്നില്ല, അതൊക്കെ കണ്ട് നിങ്ങൾക്കും ബോറടിച്ചിട്ടുണ്ടാവില്ലേ. ചാർജറുണ്ട്, 33 വാട്ടിൻ്റെ ചാർജർ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അവർ. സോ അപ്പോൾ ഈ ഫോണിനെ പറ്റി നമുക്ക് ഓരോ ഘടകങ്ങളായിട്ട് പരിശോധിക്കാം. ഒന്നാമത്തെ കാര്യം, ഈ ഒരു ഫോണിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്നുള്ളതായിരിക്കും. കാരണം 10,000 രൂപയാണല്ലോ പ്രൈസ് റേഞ്ച്. 4 Gen 2 എന്ന് പറയുന്ന പ്രോസറാണ്. ഈ പ്രോസർ അത്യാവശ്യം നല്ലതാണ്. 13,000-14,000 രൂപ റേഞ്ചിൽ തന്നെ കഴിഞ്ഞ ജനറേഷൻ ഫോൺ നോക്കിയാൽ പ്രോ വേരിയൻറ്റിലൊക്കെ ഈ പ്രോസർ ആയിരുന്നു. ഇപ്പോൾ ഇതിൽ കൊണ്ടുവന്നിരിക്കുകയാണ്, വില കുറഞ്ഞ വെർഷനിലേക്ക് ആ ഒരു പ്രോസർ കൊണ്ടുവന്നിരിക്കുകയാണ്. അടിപൊളി പെർഫോമൻസ് ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം, യാതൊരു ഇഷ്യൂ നമുക്ക് യൂസേജിൻ്റെ ഭാഗത്ത് വരുന്നില്ല, വളരെ സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യും, ഒരു വിഷയമില്ലാണ്ട്. സോ നൈസ് പെർഫോമൻസ് നിങ്ങൾക്ക് കിട്ടും. അത്യാവശ്യം ചെറുകിട ഗെയിമുകളൊക്കെ ഞാനിത് ഇവിടെ കളിച്ച് നോക്കുന്നത് നിങ്ങൾക്ക് കാണാം. നൈസായിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്, വിഷയമൊന്നുമില്ല. സോ അപ്പം നല്ലൊരു പെർഫോമൻസ് ഉണ്ട്. അതിൻ്റെ ഒപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 6GB റാമാണ് വരുന്നത്. 6GB റാമിന് ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്റ്റൻഡ് റാം, ഈ എക്സ്റ്റൻഡ് റാം അല്ലേ, ടർബോ റാം എന്നാണ് ഇവരെ പറയുന്നത്. റാം എക്സ്പാൻഷൻ, നമുക്ക് സ്റ്റോറേജിൽ നിന്ന് സ്റ്റോറേജ് എടുത്തിട്ട് റാമിലേക്ക് ആഡ് ചെയ്ത് ഉപയോഗിക്കാം. ആ 12GB പോലെയൊക്കെ ഉപയോഗിക്കാൻ സാധിക്കും. സോ അതും ഒരു നല്ല ഘടകമാണ്. സോ ഇപ്പോൾ പെർഫോമൻസ് കുറിച്ച് ഒരു ഐഡിയ കിട്ടിയല്ലോ, സെറ്റാണ്. 10,000 രൂപയ്ക്ക് ഓക്കെയാണ്. 5G ഫോണാണ് കേട്ടോ. സോ ആ ഭാഗത്തും ടെൻഷൻ ഒന്നും വേണ്ട. ഇനി ഇതിൻ്റെ ഡിസ്പ്ലേ ആണെങ്കിലും 6.88 ഇഞ്ച് വരുന്ന അടിപൊളി ഡിസ്പ്ലേ ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം. അത്യാവശ്യം നല്ല ബ്ലോക്ക് ബസ്റ്റർ സിനിമകളൊക്കെ ഇതുപോലെ ഇതിൽ കാണാമെന്നുണ്ടെങ്കിൽ നൈസ് ആയിട്ടിരുന്ന് കാണാം. വലിപ്പമുള്ള ഡിസ്പ്ലേ ആണെന്നേ. അത് 120 റീഫ്രഷ് റേറ്റും ഉണ്ട്. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറേ നേരം സിനിമ കാണാം. ഒരു 5 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചാലും പ്രശ്നമൊന്നും വരാൻ പോകുന്നില്ല. കാരണം TUV റെയിൻലാൻഡ് സർട്ടിഫിക്കേഷൻ ഒക്കെ ഉണ്ട്, ഐ പ്രൊട്ടക്ഷൻ. സോ ഓവറോൾ ഒരു ഗ്രേറ്റ് ഡിസ്പ്ലേ ആണ്. ഇൻഡോറിൽ ഞാൻ ഈ കാണിക്കുന്നതാണ് ഈ കാണുന്നത്. നമുക്കിത് ഔട്ട്ഡോർ പോയി ഉപയോഗിച്ച് നോക്കാം, എന്തോരം ബ്രൈറ്റ്നസ് ആണെന്ന് അറിയാമല്ലോ. 600 നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നസ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പം ഞാൻ പുറത്തെത്തിയിരിക്കുകയാണ്. സൺലൈറ്റ്, ഡയറക്റ്റ് സൺലൈറ്റ് ഉണ്ട്. സമയം എത്രയാ? 1:30 മണിയാണ്, ഉച്ചയ്ക്കാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല. 600 നിറ്റ്സ് ബ്രൈറ്റ്നസ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ട് കാര്യങ്ങൾ കാണാൻ പറ്റുന്ന ഒരു ബ്രൈറ്റ്നസ് ആണ്. ഇവിടെ എനിക്ക് വിസിബിലിറ്റിക്ക് കുഴപ്പമൊന്നുമില്ല, നൈസായിട്ട് കാണുന്നുണ്ട്. നമ്മുടെ ടെമ്പിൾ റണ്ണൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായില്ല, വെറുതെ ഒക്കെ ഓപ്പൺ ചെയ്ത് നോക്കട്ടെ. ഓക്കെ, എനിക്ക് വേണമെങ്കിൽ ഈ ഒരു ലൈറ്റിൽ നിന്നുകൊണ്ടും വേണമെങ്കിൽ ടെമ്പിൾ റൺ കളിക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് ഡിസ്പ്ലേയിലേക്ക് ഇത് സ്ക്രീനിലേക്ക് അങ്ങനെ കാണുമെന്ന് എനിക്കറിയില്ല. ഇതാ ഇവിടെ കാണാൻ കണ്ടോ. സോ അപ്പോൾ എനിക്ക് വിസിബിലിറ്റിക്ക് പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. സോ അപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇനി ബാറ്ററി 5160 mAh ബാറ്ററിയാണ്. ഒരു ദിവസം സുഖമായിട്ട് കൊണ്ട് നടക്കാം, വിഷയമൊന്നുമില്ല. 33 വാട്ടിൻ്റെ ചാർജറുണ്ട്. ചാർജർ 33 വാട്ടിൻ്റെ ആണെങ്കിലും 18 വാട്ടിൻ്റെ ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. പക്ഷേ 18 വാട്ടിൻ്റെ ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ബാറ്ററി ലൈഫിനെ കുറിച്ച് പേടി വേണ്ട, ഒരു ദിവസം സുഖമായിട്ട് നിൽക്കും. അതായത് സോളിഡായ ഒരു ബാറ്ററി ലൈഫും ഈ ഒരു ഫോൺ ഓഫർ ചെയ്യുന്നുണ്ട്. ഡിസൈൻ നിങ്ങൾക്ക് ഇവിടെ കാണാം, പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, നല്ല ഡിസൈനാണ്. നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ തന്നെ അറിയാം. വലിയ ക്യാമറ മൊഡ്യൂളും കാര്യങ്ങളൊക്കെയാണ്. താഴെ സ്പീക്കർ ഗില്ല്, ടൈപ്പ് സി പോർട്ട്, മെയിൻ മൈക്രോഫോൺ, അതേപോലെ ലെഫ്റ്റ് സൈഡിൽ സിം ട്രേ ആണ്. ട്രിപ്പിൾ സിം സ്ലോട്ടാണ് വരുന്നത്. മുകളിൽ 3.5mm ജാക്ക് കൊടുത്തിട്ടുണ്ട്. FM റേഡിയോ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഇയർഫോണൊക്കെ കണക്ട് ചെയ്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ലെഫ്റ്റ് സൈഡിൽ പവർ ബട്ടൺ, വോളിയം ബട്ടൺ രണ്ടും വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ വരുന്നത് സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം. അതിൻ്റെ പെർഫോമൻസ് വളരെ സ്മൂത്ത് ആണ്, വളരെ ഫാസ്റ്റ് ആണ്, നോ ഇഷ്യൂ കണ്ടോ. അപ്പോൾ ആ സെറ്റപ്പുകളെല്ലാം കൂടി നോക്കുമ്പോൾ അത്യാവശ്യം കാണാൻ നല്ല ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇനി ഇതിൻ്റെ ക്യാമറ നേരെ ഞാൻ എടുക്കുകയാണ്. സാമ്പിൾ ഇപ്പം തന്നെ സ്ക്രീനിലേക്ക് ഇടാം. കയ്യോടെ കണ്ടു നോക്കിക്കോ എങ്ങനെയുണ്ടെന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. എന്നാലും ഇപ്പം നമുക്ക് ഡയറക്റ്റായിട്ട് 1-2 ഫോട്ടോ ക്ലിക്ക് ചെയ്ത് നോക്കാം. അത് നോർമൽ 1x ഫോട്ടോ ആയിരുന്നു. ഒരു 2x എടുത്ത് നോക്കാം. അപ്പോൾ ഈ ഒരു പൂവിനെ കുറച്ചും കൂടി അടുത്തേക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടു വയ്ക്കുക എങ്ങനെയുണ്ട് സംഭവം. ഇനി ഇതുപോലെ ഞാൻ എൻ്റെ ഫോട്ടോസ് എടുത്ത് ഞാൻ അവിടെ കാണിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫോട്ടോസാണ് നമുക്ക് കിട്ടുന്നത്. ഞാൻ ഡേ ലൈറ്റിൽ എടുത്ത ഫോട്ടോസും അതേപോലെ വീടിനകത്ത് കയറി ഇൻഡോർ ലൈറ്റിൽ എടുത്ത ഫോട്ടോസും ഒക്കെ ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. സോ ഓവറോൾ ഇമേജുകൾ എങ്ങനെയുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി ഇത് മെയിൻ ക്യാമറയുടെ ഒരു വീഡിയോ ക്വാളിറ്റിയാണ്. നമ്മൾ പോക്കോ M7 തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത്. ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് നോക്കുക. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റി ഉണ്ടെന്നാണ് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത്. ഇത് ഇൻഡോർ ലൈറ്റിൽ, അതായത് ഇപ്പോൾ പുറത്തുനിന്നല്ല, വീടിനകത്ത് കയറിയിട്ട് ഇൻഡോർ ലൈറ്റിൽ നമ്മൾ എടുത്തിരിക്കുന്ന വീഡിയോ ആണ്. എങ്ങനെയുണ്ട് ക്വാളിറ്റി? കൊള്ളാവും. നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. ഇത് സെൽഫി ക്യാമറയുടെ ഒരു വീഡിയോ ക്വാളിറ്റിയാണ്. എങ്ങനെയുണ്ട് സെൽഫി ക്യാമറ? കൊള്ളാവോ? അത്യാവശ്യം നല്ല ലൈറ്റിംഗ് ആണ് കേട്ടോ. അത്യാവശ്യം ഉച്ച സമയമാണെങ്കിലും ക്ലൗഡിയാണ്, എങ്കിലും ആ ടൈമിലുള്ള ഒരു ഡീസൻറ്റ് ലൈറ്റ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ആ ലൈറ്റിൽ നമുക്ക് ഇതുപോലുള്ളൊരു ഡീസൻറ്റ് വീഡിയോ കിട്ടുന്നുണ്ട്. 10,000 രൂപയുടെ ഫോണിലുള്ള വീഡിയോ ആണ് എന്ന് വിചാരിച്ചുകൊണ്ട് നോക്കി നോക്കിയാൽ എങ്ങനെയുണ്ട് സംഭവം. ഇത് സെൽഫി ക്യാമറ കൊണ്ട് ഇൻഡോറിൽ നമ്മുടെ വീടിനകത്ത് എടുത്തിരിക്കുന്നതാണ്. ആർട്ടിഫിഷ്യൽ ലൈറ്റിൽ എടുത്തിരിക്കുന്നതാണ്. ആർട്ടിഫിഷ്യൽ ലൈറ്റ് എന്ന് പറയാൻ പറ്റില്ല, പുറത്തുനിന്നുള്ള ലൈറ്റും ഉണ്ട്. എന്നാലും എങ്ങനെയുണ്ട്, ഒരു അത്യാവശ്യം ലൈറ്റുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ ഇൻഡോറിൽ നമുക്ക് ഇതുപോലുള്ള വീഡിയോ കിട്ടും. സെൽഫി ക്യാമറയിൽ ഫുൾ HD.
സോ ഓവറോൾ ഈ ഒരു ഫോണിൻ്റെ ഫോട്ടോസ് ആയാലും വീഡിയോസ് ആയാലും ഒക്കെ ഈ ഒരു പ്രൈസ് കൺസിഡർ ചെയ്യുമ്പോൾ നല്ല ഫോട്ടോസും നല്ല വീഡിയോസുമാണ് കിട്ടിയിരിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റിൽ ഷെയർ ചെയ്യാം. ഈ ഒരു ഫോണിനെ കുറിച്ച് ഇപ്പോൾ ഞാൻ മെയിനായിട്ടുള്ള ഘടകങ്ങളെല്ലാം പറഞ്ഞു. കാണാനുള്ള ഡിസൈൻ ആയാലും ഡിസ്പ്ലേ ആയാലും പെർഫോമൻസ് ആയാലും ബാറ്ററി ആയാലും ഒക്കെ 5160 mAh ബാറ്ററിയും അതുപോലെ 18 വാട്ട് ചാർജിങ് ഉണ്ട്, 6.8 ഇഞ്ച് വലിയ ഡിസ്പ്ലേ വരുന്നുണ്ട്, 4 Gen 2 പ്രൊസസ്സറുണ്ട്, ഓവറോൾ 6GB റാം അടക്കം എല്ലാ സംഭവവും കൂടി 10 രൂപയ്ക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫറിംഗ് ആണ്. അതിൽ പ്രത്യേകിച്ച് വരാതെ ഒന്നും പറയാനില്ല. 600 ബ്രൈറ്റ്നസ് ഉണ്ട്, ഡിസ്പ്ലേ നമ്മൾ കണ്ടു. സോ ഓവറോൾ ഗ്രേറ്റ് ഫോൺ എന്ന് പറയുമ്പോൾ കൊടുക്കുന്ന കാശിനുള്ള മുതലുണ്ട് എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നല്ലതാണ്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. താല്പര്യമായെങ്കിൽ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനുണ്ട്, എല്ലാവരും ചെക്ക് ചെയ്യുക. സംഗതി ഇഷ്ടപ്പെട്ടു നല്ലതാണെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. കാരണം 10,000 രൂപയ്ക്ക് ഇതുപോലുള്ള സംഭവങ്ങൾ വളരെ കുറച്ചേ കിട്ടാനുണ്ടാവുള്ളൂ. സോ നന്നായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കാണുന്നു പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം.